മൊഡ്യൂൾ 4 പ്രധാന ടോപ്പിക്സ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ട്രീസിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കൺസെപ്റ്റുകൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിഫ്രഷ് ചെയ്യാം. നമ്മൾ 3-4 ദിവസമായല്ലോ ക്ലാസ് കഴിഞ്ഞ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ട്രീസ്. ഇതാണ് ഒരു ജനറലി ഒരു എക്സാമ്പിൾ ട്രീ ആണ്. അപ്പോൾ ട്രീസിലുള്ള ഡിഫറെൻറ്റ് ടൈംസ് പറഞ്ഞു. ഇപ്പോൾ ട്രീ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഓർഡർ അല്ല ഫോളോ ചെയ്യുന്നത്. സോ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. സോ ഇതുവരെ നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിച്ച എല്ലാ ഡാറ്റ സ്ട്രക്ചറുകളും ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. സോ ട്രീയിൽ ഓരോ ഡാറ്റ ഉള്ളതും നോഡ്സ് അല്ലെങ്കിൽ വെർട്ടിസസ് എന്നും പറയും. നോഡ്സ് അല്ലെങ്കിൽ വെർട്ടിസസ്. ഇപ്പം ഈ ട്രീയിൽ എത്ര നോഡ്സ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഈ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ തന്നിട്ടുള്ളതിൽ 1 2 3 4 5 6 7 8 9 നോഡ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 9 വെർട്ടിസസ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ ബിറ്റ്വീൻ വെർട്ടിസസ് ഓർ നോഡ്സ്. അങ്ങനെ എഡ്ജ് അല്ലെങ്കിൽ ലിങ്ക്, അതല്ലെങ്കിൽ വേണമെങ്കിൽ പോയിന്റർ, അങ്ങനെയൊക്കെ പല ടൈംസ് പറയാം. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എഡ്ജ് ലിങ്ക് ആണ്. ഇതിലേതാ 10 20 അതൊരു എഡ്ജ് ആണ്. അല്ലെങ്കിൽ 20 to 30 ഒരു എഡ്ജ് ആണ്. എക്സാമ്പിൾ 60 70 ഒരു എഡ്ജ് ആണ്. 60 80 എഡ്ജ് ആണ്. ഇനി പാത്ത് എന്താന്ന് പറഞ്ഞു. പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിൽ അപ്പൊ നമ്മളെ ട്രീയിൽ എന്താണ് റൂട്ട് എന്ന് പറഞ്ഞു. റൂട്ട് എന്ന് പറഞ്ഞാൽ പാരന്റ്, നോ പാരന്റ്, പാരന്റ് ഇല്ലാത്ത നോഡിനാണ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലീഫ് അല്ലെങ്കിൽ ലീഫ് എന്ന് പറഞ്ഞാൽ നോ ചൈൽഡ്. അപ്പൊ ഇതിൽ ആര് പാരന്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ എഡ്ജിന്റെ ടോപ്പിലുള്ള ആളാണ് സ്റ്റാർട്ടിങ് ആണ് പാരന്റ്, അതിന്റെ എൻഡിലുള്ളതാണ് ചൈൽഡ്. അപ്പോൾ 10 പറഞ്ഞാൽ ചൈൽഡ് 20 16, 20യുടെ പാരന്റ് 10, 60യുടെ പാരന്റ് 10. അങ്ങനെ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ ഒരു നോഡ് വരെയുള്ള ആ കളക്ഷൻ ഓഫ് എഡ്ജസ് അല്ലെങ്കിൽ ആ വെർട്ടിസസിന് എല്ലാത്തിനും ആ പാത്ത്. അപ്പോൾ സർ എക്സാമ്പിൾ 90ലേക്കുള്ള പാത്താണ് 10 20 40 90, അല്ലെങ്കിൽ 70ലേക്കുള്ള പാത്താണ് 10 60 70. സോ കോൺസിക്യൂട്ടീവ് എഡ്ജസ് ആണ്. ഞാൻ ഫുൾ ഡെഫിനിഷൻ ഒന്നും എഴുതുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അതാണ് പാത്ത്. ദെൻ നമ്മൾ പറഞ്ഞത് എന്താണ്? പാത്ത് പറഞ്ഞു, എഡ്ജ് പറഞ്ഞു, പിന്നെ ലെവല്. ലെവല് എന്ന് പറഞ്ഞാൽ ഈ ട്രീയുടെ ഓരോ റാങ്ക്, ഓരോ നോഡ്സിന്റെ റാങ്ക്. ഇത് ലെവൽ 0, ലെവൽ 1, റൂട്ടാണ് ലെവൽ 0 2 3. ഇതാണ് ലെവൽസ്. പിന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞു. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോഡിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ടിൽ നിന്ന് ആ നോഡ് വരെയുള്ള പാത്തിലുള്ള നമ്പർ ഓഫ് വെർട്ടിസസ്, ഹൈറ്റ് പറഞ്ഞു. ഹൈറ്റിനെ ചില ബുക്കുകളിൽ ഡെപ്ത് എന്നൊരു ടേമിലും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 50യുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 20 50, അതാണ് പാത്ത്. അതിലുള്ള നമ്പർ ഓഫ് വെർട്ടിസസ് 10 20 50, അതിന് നമ്പർ ഓഫ് നോഡ്സ് 3, അതാണ് ഹൈറ്റ്. ഡെപ്ത് പറഞ്ഞു. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മാക്സിമം ഹൈറ്റ് എത്രയാണോ ആ ട്രീയിൽ പോസിബിൾ ആയിട്ടുള്ള അതാണ് ഹൈറ്റ് ഓഫ് ദ ട്രീ. ഹൈറ്റ് ഓഫ് ദ നോഡ് എന്ന് പറഞ്ഞാൽ ആ നോഡിന്റെ മാത്രം ഹൈറ്റ്. ട്രീ ആകുമ്പോൾ മാക്സിമം ആയിട്ടുള്ള ഹൈറ്റ് ഏത് നോഡിനാണെങ്കിൽ അതാണ് ഹൈറ്റ് ഓഫ് ദ ട്രീ. ദെൻ സിബ്ലിംഗ് എന്താണെന്ന് പറഞ്ഞു. ഒരേ പാരന്റ് ആണെങ്കിൽ അവർ രണ്ടുപേരും സിബ്ലിംഗ് ആണ്. അപ്പൊ 20ക്കും 60ക്കും സെയിം പാരന്റ് ആണ്. അപ്പൊ സോ 20 and 60 ആർ സിബ്ലിംഗ്സ്. ദെൻ ഹൈറ്റും ലെവലും തമ്മിലുള്ളൊരു റിലേഷൻ പറഞ്ഞു. ഹൈറ്റ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. മാക്സിമം ലെവൽ എത്രയാണോ അത് +1 ആയിരിക്കും. ഇപ്പൊ ഇതിലെ മാക്സിമം ലെവൽ ഇതിനാണ്. അപ്പോൾ ഇതാണ് മാക്സിമം ഹൈറ്റ്. ഹൈറ്റ് 4 ആണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ടേംസ് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ എന്താണ് കൂടുതൽ ഫോർമൽ ആയിട്ടുള്ള ഡെഫിനിഷൻസും പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീസ് അതൊക്കെ കാണാം. ഓക്കെ,
പോയിന്റ്സ് ഒക്കെ ഞാൻ ഈ മെറ്റീരിയൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. So now coming to the formal definition. Formal definition, ഒരു ട്രീയുടെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ a tree T is defined as a finite set of one or more nodes. നമ്മൾ ഓൾറെഡി കണ്ട ഒരു ട്രീയിൽ കുറെ നോഡ്സ് ആണ് ഉണ്ടാവുക. സച്ച് ദാറ്റ് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്. സച്ച് ദാറ്റ് there is a specially designated node called root. അത് നമുക്കറിയാം. വാട്ട് ഈസ് ഒരു സ്പെഷ്യൽ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോഡ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റൂട്ട്. വാട്ട് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ് നോഡ്? ആ നോഡ്സിന്റെ മുകളിലേക്ക് വേറെ നോഡ്സ് ഒന്നുമില്ല, അതായത് പാരന്റ്സ് ഒന്നുമില്ല. Then remaining nodes are partitioned into n greater than 0 disjoint sets t1, t2, t up to tn, where each ti is a tree. അതായത് ബാക്കിയുള്ള നോട്ട്സിനെ എല്ലാം നമുക്ക് ഈ റൂട്ട് ഒഴിച്ച് ബാക്കി എല്ലാ നോട്ട്സിനെയും നമുക്ക് ഓരോ പാർട്ടുകളായിട്ട് തിരിക്കാം. n greater than 0, അതായത് ട്രീയിൽ ഒന്നിൽ കൂടുതൽ നോഡുള്ള കേസാണ്. ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് റൂട്ട് മാത്രമുള്ള ട്രീ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ എ മാത്രമുള്ളെങ്കിൽ അതൊരു ട്രീ ആണ് വിത്ത് ഓൺലി വൺ നോഡ്, അതൊരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ നോഡ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ട്രീ ഡിഫൈൻഡ് ആസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് വൺ ഓർ മോർ നോഡ്സ് പറയുന്നത്. അപ്പോൾ വൺ നോഡ് ആണെങ്കിൽ ദർ ഇസ് ഓൺലി എ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് കോൾഡ് റൂട്ട്. അപ്പൊ അത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഒന്നിൽ കൂടുതലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ഓരോ സെറ്റുകളായിട്ട്, സബ്സെറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം, തിരിക്കാം. എൻ സബ്സെറ്റ്സ് അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് സെറ്റ്സ്. അവിടെ ഓവർലാപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല. ഒരു സബ്സെറ്റിലുള്ളതെല്ലാം അതിൽ തന്നെ ഉണ്ടാവുള്ളൂ, മറ്റേതിലേക്ക് ഓവർലാപ്പിംഗ് ഉണ്ടാവില്ല. സച്ച് ദാറ്റ് അതിനെ നമുക്ക് ഈ സബ്സെറ്റിനെ T1 എന്ന് പറഞ്ഞു, ഈ സബ്സെറ്റിനെ T2 എന്ന് പറഞ്ഞു, ഈ സബ്സെറ്റ് ലാസ്റ്റത്തെ T3 എന്ന് പറഞ്ഞു. ഈ സബ്സെറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് സബ് ട്രീസ് ഓഫ് ദ റൂട്ട്. ഈ എയുടെ സബ് ട്രീസ് ആണ്. അതെന്താ സബ് ട്രീസ് എന്ന് പറയാൻ കാരണം? നമ്മൾ ആ സബ്സെറ്റിനെ നോക്കി കഴിഞ്ഞാൽ അതിനും ഒരു ട്രീയുടെ പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ എ ഡിസ്കാർഡ് ചെയ്ത് നമ്മളിപ്പോ ഈ ബി തൊട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു ട്രീ പോലെയാണ്. ഒരു റൂട്ട്, പിന്നെ അതിന്റെ ചിൽഡ്രൻ, പിന്നെ അതിന്റെ ചിൽഡ്രൻ, അപ്പൊ റൂട്ട്, ലീഫ്, ഇന്റേണൽ നോട്ട്സ്, എക്സ്റ്റേണൽ, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഒരു നോഡിന്റെ ചൈൽഡ് ആക്ച്വലി ഒരു സബ് ട്രീ ആയിരിക്കും. അതിന്റെ ചൈൽഡിന് ഫോളോ ചെയ്ത് വരുന്ന അതിനെ ഒരു സബ് ട്രീ ആയിരിക്കും. അപ്പൊ റൂട്ട് എന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ആ റൂട്ടിന്റെ സബ് ട്രീസ് ആയിരിക്കും. ഓക്കെ, അഗെയിൻ ഇപ്പൊ T1 എന്ന് പറഞ്ഞ സബ് ട്രീ എടുത്തു കഴിഞ്ഞാൽ ബി, അതിന് ഏതാണ് റൂട്ട്? ആ സബ് ട്രീയിലെ റൂട്ട് ബി ആണ്. സബ് ട്രീ എന്ന് പറഞ്ഞാൽ ട്രീയുടെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതായതുകൊണ്ടാണ് നമ്മൾ സബ് ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു റിക്കർസീവ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ഒരു ട്രീ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നോഡ് ഉണ്ടാവും, റൂട്ട്. പിന്നെ ആ റൂട്ടിന്റെ റിമൈനിങ് നോഡ്സ് ഒക്കെ പാർട്ടീഷൻ ഇൻടു സബ് ട്രീസ്, അഗെയിൻ ട്രീസ് പോലെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഇതിൽ രണ്ടാമത്തെ സബ് ട്രീ ഇതാണ് CHM, മൂന്നാമത്തെ സബ് ട്രീ DIJ. അപ്പൊ ഇതാണ് ട്രീയുടെ ഡെഫിനിഷൻ. സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ഒരു റൂട്ടിന്റെ പിന്നെ ബാക്കിയുള്ള നോട്ട്സിനെയൊക്കെ നമുക്ക് സബ് ട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ n greater than 0 ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സബ് ട്രീസ് ഉണ്ടാവും. രണ്ടിൽ ഓവർലാപ്പിംഗ് വരില്ല. ഓവർലാപ്പിംഗ് വരുന്ന കൺസെപ്റ്റ് ആണ് ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മുടെ മോഡ്യൂളിന്റെ അടുത്ത പാർട്ടിൽ കാണുന്ന ഗ്രാഫ്. അതും ട്രീ നമ്മളുടെ മെയിൻ വ്യത്യാസം ഈ ഓവർലാപ്പിംഗ്, സൈക്കിൾ, അതിന്റെ ഇതാണ്. ഓക്കെ, അപ്പൊ അവിടെ ഇങ്ങനെ സബ് ട്രീ അങ്ങനെയുള്ള കൺസെപ്റ്റ് അല്ല, പക്ഷെ അവിടെ കോമൺ ഇത് വരാം. അപ്പൊ ഇവിടെ ഓവർലാപ്പിംഗ് വരില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ് സബ് ട്രീസ് എന്നാണ് പറയുന്നത്. ഓക്കെ,
നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം തന്നെ അതിനെ ഒന്ന് വേറെ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം, ഒരു ഫോർമൽ ഡെഫിനിഷൻ. അപ്പൊ ഡിഫൈൻ ട്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡെഫിനിഷൻ കൊടുക്കുകയാണ് നല്ലത്. നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ആൻസർ ചെയ്യാം. അപ്പോൾ ഡിഫൈൻ ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ആയിട്ടുള്ള നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കണം, ഇൻഫോർമൽ ആയിട്ട് പറഞ്ഞ പോലെ. അപ്പൊ കഴിഞ്ഞ എക്സാമിന് പറഞ്ഞപ്പോൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞ വേസ്റ്റിക്ക് ഗിവ് ഡെഫിനിഷൻസ് ഫോർ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്നായിരുന്നു ഫസ്റ്റ് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. അതിന് പലരും ആൻസർ ചെയ്തിരുന്നത് ജസ്റ്റ് ബിഗ് ഓ എന്ന് പറയുന്നത് വെറുതെ വേസ്റ്റ് കേസൻ ആണെന്ന്. അത് മാത്രം ഒരു ഡെഫിനിഷൻ ആവില്ല, അതിന് നമുക്ക് നല്ലൊരു ഡെഫിനിഷൻ ഉണ്ട്. ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഈസ് സെറ്റ് ടു ബി ഓ ഓഫ് ജി ഓഫ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് there exists positive constant c such that c0 less than or equal to f of n less than or equal to c into g f. അതൊരു കൃത്യമായി നല്ലൊരു രീതിയിൽ പറയുമ്പോഴാണ് ഒരു ഡെഫിനിഷൻ. അതാണ് പലർക്കും അവിടെ മാർക്ക് മിസ്സായിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ഡെഫൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നല്ലൊരു ഡെഫിനിഷൻ, ഫോർമൽ ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കണം. അതേസമയം ക്വസ്റ്റ്യൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്നൊക്കെ ആണെങ്കിൽ നമ്മുടേതായ രീതിയിൽ കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, സോ അടുത്തത് ഒരു എം-അരി ട്രീ. എം-അരി ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? എം-അരി ട്രീ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി ട്രീ കണ്ടു. എം-അരി ട്രീ എന്ന് പറഞ്ഞാൽ ഓരോ നോട്ട്സിന് എത്ര ചൈൽഡ് ഉണ്ട് നോക്കും. അപ്പൊ മാക്സിമം എം ആണെങ്കിൽ എം-അരി ട്രീ. ഇപ്പൊ ഈ ട്രീയില് ഓരോ നോട്ട്സ് എടുക്കുക. ഈ റൂട്ടിന് എത്ര ചിൽഡ്രൻ ആണ്? 3. ഈ നോഡിന് എത്ര ചിൽഡ്രൻ ആണ്? 3. ഇതിനെത്രയാണ്? 3. റൂട്ടിന് 3. ഇതിന് 0, ഇതിന് 3, ഇതിന് 0, ഇതിന് 0, ഇതിന് 3. അപ്പൊ മാക്സിമം എത്ര ചൈൽഡ് ആണ് വന്നിട്ടുള്ളത്? 3 ആണ്. അപ്പൊ ഇത് ഒരു 3-അരി ട്രീ. ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. സോ m equal to 3. All the 4 nodes having less than or equal to 3. അപ്പൊ റൂട്ടഡ് ട്രീ എന്ന് പറഞ്ഞാൽ ട്രീ വിത്ത് റൂട്ടഡ് അല്ലാത്ത ട്രീ. അത് നമ്മുടെ സിലബസിൽ വരുന്ന ഒരു കൺസെപ്റ്റ് അല്ല, അതുകൊണ്ട് നമുക്ക് എന്തായാലും റൂട്ടഡ് ട്രീ, നമ്മുടെ ട്രീസിനെല്ലാം റൂട്ട് ഉണ്ട്. A rooted tree is called M-array tree if every internal nodes has no more than m children. m children കൂടുതൽ ഒറ്റ ഇന്റേണൽ നോഡ്സ് ഉണ്ടാവില്ല. ലീഫ് നോഡിന്റെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല. ലീഫ് നോഡിന് ചൈൽഡ് ഉണ്ടാവില്ല, എല്ലാം 0 ആയിരിക്കും. ഇതെല്ലാം 0 ആണ്. ലീഫ് നോഡിന് ചിൽഡ്രൻ ഇല്ല. പിന്നെ പാരന്റും ഒരു ഇന്റേണൽ നോഡാണ്. അപ്പൊ എല്ലാ ഇന്റേണൽ നോഡിനും മാക്സിമം m ചിൽഡ്രൻ. അങ്ങനെയാണ് എങ്കിൽ അതിന് M-array ട്രീ. ഇപ്പൊ ഇങ്ങനെയാണ് ഒരു ഇത് പറഞ്ഞാലോ. ഇതിലാകുമ്പോ ഈ നോഡിന് റൂട്ട്, അതായത് റൂട്ടിന് എത്ര ചിൽഡ്രൻ ആണ്? 2, 1, 2. ഈ നോഡിന് എത്ര ചിൽഡ്രൻ? 1, 2, 3, 4. അപ്പൊ ഈ നോഡിന് എത്ര ചിൽഡ്രൻ? 2. അപ്പൊ 3 ഇന്റേണൽ നോഡാണ്. ഒരെണ്ണത്തിന് 3, ഒരെണ്ണത്തിന് 4, ഒരെണ്ണത്തിന് 2. അപ്പൊ ഇതിൽ മാക്സിമം എത്രയാണ്? 4ൽ കൂടുതൽ ഒന്നിനും ഇല്ല. So this is a 4-array tree. M-array tree is a rooted tree if every internal node has no more than m children. The tree is called full M-array tree. അതിന്റെ ഒരു സ്പെഷ്യൽ കേസ്. അപ്പൊ ഇവിടെ നമ്മൾ 4-array tree എന്ന് പറഞ്ഞാലും എല്ലാ ഇന്റേണൽ നോഡിനും 4 അല്ല ചൈൽഡ്. ഇപ്പൊ റൂട്ടിന് 3 ആണ്, ഇതിന് 2 ആണ്, ഇതിന് 4 ആണ്. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച ഇന്റേണൽ നോഡ്സിന് എല്ലാത്തിനും 3, എക്സാക്ട്ലി 3 ആണ്. ഈ റൂട്ട് ഒരു ഇന്റേണൽ നോഡ്, അതിന് 3. പിന്നെയുള്ള ഇന്റേണൽ നോഡ് ഏതാണ്? ഇത്. പിന്നെ ഇത് ഇന്റേണൽ നോഡ് അല്ല, ഇത് ലീഫാണ്. ഇത്. അപ്പൊ ഇന്റേണൽസിനൊക്കെ 3 ആണ്. അപ്പൊ ട്രീ ഈസ് കോൾഡ് ഫുൾ M-array ട്രീ ഇഫ് എവരി ഇന്റേണൽ നോഡ് ഹാസ് എക്സാക്ട്ലി m ചിൽഡ്രൻ. അപ്പൊ ഇന്റേണൽ നോഡ്സിന് എക്സാക്ട്ലി m ചിൽഡ്രൻ ആണെങ്കിൽ അതിന് ഫുൾ M-array ട്രീ എന്ന് പറയും. അതിന് കുറച്ച് നമ്മൾ അടുത്ത ബൈനറി ട്രീ വരുമ്പോൾ അതിന്റെ എക്സാക്ട് പറയും. കുറച്ചുകൂടി വ്യത്യാസം ഡെഫിനിഷൻ. അപ്പൊ നമുക്ക് അവിടെ കാണാം. ഫുള്ള് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സാക്ട്ലി m എത്രയാണോ എക്സാക്ട്ലി. അപ്പൊ ചിൽഡ്രൻ ഉണ്ടാകുമ്പോൾ എക്സാക്ട്ലി അത് തന്നെ ആയിരിക്കണം. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ 3, കുറച്ച് പേർക്ക് 2, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് 1, കുറച്ച് പേർക്ക് 0, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് പാടില്ല. എക്സാക്ട്ലി ഫുൾ m തന്നെ ആയിരിക്കണം. അതാണ് ഫുൾ M-array ട്രീ. നമ്മൾ ഫുൾ ബൈനറി ഒക്കെ ഇനി പഠിക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ ഇനി ബൈനറി ട്രീ. അപ്പൊ ഇനി നമുക്ക് ബൈനറി ട്രീയിലാണ് നമ്മുടെ ടോപ്പിക്സ് മെയിൻ ആയിട്ട്. നമ്മൾ ട്രീസിനെ സംബന്ധിച്ച് അധികം ഓപ്പറേഷൻസ് കാണില്ല. ജനറലി ബൈനറി ട്രീസിനെയാണ് നമ്മുടെ സിലബസിൽ കൂടുതലാണ്. അപ്പൊ ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫോം ഓഫ് എ ട്രീ, അല്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ സ്പെഷ്യൽ ഫോം ഓഫ് എ M-array ട്രീ വേർ m equal to 2. അതിന്റെ അർത്ഥം എന്താ? ഒരു നോഡിന് മാക്സിമം 2 ചിൽഡ്രനെ പറ്റുള്ളൂ. അതായത് ഒന്നുകിൽ ചിൽഡ്രൻ ഇല്ല, അത് ലീഫ് ആണെങ്കിൽ,
അതല്ലെങ്കിൽ ഒരു ചൈൽഡ്, അതല്ലെങ്കിൽ 2, 3 പോസിബിലിറ്റീസേ ഉള്ളൂ. അതാണ് ബൈനറി ട്രീ. അപ്പോൾ ബൈനറി ട്രീയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് 1 2 3 ഇതൊരു ബൈനറി ട്രീ ആണ്. ഇതൊരു ബൈനറി ട്രീ ആണ്. ഇതൊരു ബൈനറി ട്രീ ആണ്. ഇതൊരു ബൈനറി ട്രീ ആണ്. ഇതിലൊക്കെ എന്താ പ്രത്യേകത? ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാക്സിമം 2 ചൈൽഡ് ഉള്ളൂ. അപ്പോൾ 1ന് 2 ചിൽഡ്രൻ, 2 3, 2ന് 2 ചിൽഡ്രൻ, 4 3, 3ക്ക് 2 ചിൽഡ്രൻ, 6 7. ഈ എക്സാമ്പിൾ ആകുമ്പോൾ 1ന് 2 ചിൽഡ്രൻ, 2 3, പിന്നെ 2 3 ലീഫാണ്. അപ്പോൾ ലീഫിന് 0 ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ 1ന് ഒരു ചൈൽഡ് 2, 2ന് ഒരു ചൈൽഡ് 3. അപ്പൊ ഇവിടെ എല്ലാം 1 ആണ്. എന്നാലും ഇതൊരു ബൈനറി ട്രീ ആണ്. കാരണം മാക്സിമം ആണ് നമ്മൾ നോക്കണം. മാക്സിമം 2, 0 1 or 2. അപ്പൊ അതിനുള്ളതെല്ലാം ബൈനറി ട്രീ ആണ്. ഈ ട്രീയിൽ 2 എണ്ണം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മാറ്റർ അല്ല. മാക്സിമം എത്രയാണ് പോസിബിൾ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ മാക്സിമം പോസിബിൾ 2 ആണ്. ബട്ട് ഇവിടെ ഈ എക്സാമ്പിൾ 1 ഉള്ളൂ. ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 1. ഇതിന്റെ ഡിഗ്രി 1, ഇതിന്റെ ഡിഗ്രി 1 ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയാം. സോ ഇറ്റ് ഈസ് എ ബൈനറി ട്രീ. ഓക്കെ, ഇത് ഈ ട്രീയില് എത്രയാണ്? ഇതിന്റെ ഡിഗ്രി, നമ്പർ ഓഫ് ചൈൽഡ്, ഡിഗ്രിയാണ് നമ്പർ ഓഫ് ചിൽഡ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതുകൊണ്ടാണ് ഡിഗ്രി ആ ടൈം ഉപയോഗിക്കാം. സോറി 2 അല്ല, 1ന് 2 ചൈൽഡ്രൻ ഉണ്ട്. അപ്പോൾ ഡിഗ്രി 2. 2ന്റെ ഡിഗ്രി 1, 3ന്റെ ഡിഗ്രി 0, 4ന്റെ ഡിഗ്രി 0. 4ഉം 3ഉം ലീഫ് നോട്ട്സ് ആണ്. അപ്പൊ 0 അല്ലെങ്കിൽ 1 or 2 ഇതാണ് ഇതിൽ പോസിബിൾ ആയിട്ട് വരാവുന്ന ഡിഗ്രി. സോ ബൈനറി ട്രീ ഇസ് എ സ്പെഷ്യൽ ഫോം ഓഫ് എമറി ട്രീ വേർ m equal to 2 എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിനെ ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോൾ ബൈനറി ട്രീ ടി ഈസ് ഡിഫൈൻഡ് ആസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് നോട്ട്സ്. നമ്മൾ ആദ്യം ട്രീക്ക് കണ്ട ഡെഫിനിഷൻ, സെയിം ഡെഫിനിഷൻ, ചെറിയൊരു വ്യത്യാസമുള്ള എന്താണ്? മാക്സിമം 2 സബ് ട്രീയെ വരാൻ പറ്റുള്ളൂ. അപ്പൊ T1 T2 അപ് ടു Tn ഉണ്ടാവില്ല. ഇൻസ്റ്റഡ് T1 T2. A binary tree T is defined as a finite set of nodes such that T is empty. അതൊരു സ്പെഷ്യൽ കേസ് ആണ് എം ടി ബൈനറി ട്രീ എന്ന് പറയുന്നത്. അതായത് ഒറ്റ നോട്ട്സും ഇല്ല. അത് നമുക്ക് വരച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു സ്പെഷ്യൽ കേസ് ആണ്. ടി ഈസ് എം ടി കോൾഡ് എം ടി ബൈനറി ട്രീ. അപ്പൊ അതിനകത്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. സപ്പോസ് ഇവിടെ ഒരു എം ടി ബൈനറി ട്രീ ഉണ്ട്. അതൊരു സ്പെഷ്യൽ കേസ് ആണ്. നമ്മൾ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി അത് അറിഞ്ഞിരിക്കണം. നമുക്ക് കൂടുതൽ അതിനെ ഡീൽ ചെയ്യേണ്ടി വരില്ല. Next, T contains a specially designed node called the root of the tree. Root ഉണ്ടാവും. പിന്നെ റിമൈനിങ് നോട്ട്സ് ഫോം 2 ഡിസ്റ്റോൺ സെറ്റ്. n ഡിസ്റ്റോൺ സെറ്റ് അല്ല, ബൈനറി ആയതുകൊണ്ട് മാക്സിമം 2 ചിൽഡ്രനെ പോസിബിൾ. അപ്പൊ 2 ഡിസ്റ്റോൺ സെറ്റ് ഉണ്ടാവും, T1 and T2, വിച്ച് ആർ കോൾഡ് ദ ലെഫ്റ്റ് സബ് ട്രീ. കാരണം 2 ഇതായതുകൊണ്ട് നമുക്ക് സബ് ട്രീനെ കറക്റ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് തരംതിരിക്കാം. അതേസമയം n ഇതാവുമ്പോൾ, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഇതിൽ കണ്ട ഇതിൽ 4 എണ്ണം ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സബ് ട്രീ റൈറ്റ് സബ് ട്രീ എന്ന് പറയാൻ പറ്റില്ല. കാരണം 4 എണ്ണം ആകുമ്പോൾ ഏതാണ് എക്സാക്ട്ലി ലെഫ്റ്റ് ഏതാണ് റൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ലെഫ്റ്റ് മോസ്റ്റ് റൈറ്റ് മോസ്റ്റ് പറയാം. ബട്ട് ഇൻ ബിറ്റ്വീനുള്ള നമ്മൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് കൊടുത്ത പറയാൻ പറ്റില്ല. ബട്ട് ബൈനറി ട്രീ ആകുമ്പോൾ നമുക്ക് എക്സാക്ട്ലി 2 സബ് ട്രീ ആണ് ഒരു റൂട്ടിന് ഉണ്ടാവുക. ഒന്ന് ലെഫ്റ്റ് സബ് ട്രീ. ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് പോയിന്റർ എന്ന്, അല്ലെങ്കിൽ ലെഫ്റ്റ് ചൈൽഡ് തൊട്ടുള്ള സബ് ട്രീ. ഇത് റൈറ്റ് സബ് ട്രീ. ഇപ്പൊ 1ന്റെ ലെഫ്റ്റ് സബ് ട്രീയിലുള്ളത് ഏതൊക്കെയാണ്? 2 4 3. 1ന്റെ ഈ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പറയുന്നത്. 1ന്റെ റൈറ്റ് സബ് ട്രീയിലുള്ളതാണ് 3 6 7. ഓക്കെ, ഇതെല്ലാം സബ് ട്രീസ് ആണ്. കാരണം എന്താണ്? ഇപ്പൊ 3 6 7 അത് മാത്രം നമ്മൾ എടുത്താൽ എങ്ങനെയാണ് വരുന്നത്? 3 6 7. ഇതൊരു ട്രീയുടെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എ സബ് ട്രീ. അപ്പൊ ഇതിനെ 2 4 3നെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറഞ്ഞാൽ 3 6 7 റൈറ്റ് സബ് ട്രീ. അതേസമയം നമ്മൾ ഇപ്പൊ 3നെ എടുത്തു കഴിഞ്ഞാൽ 3യുടെ ലെഫ്റ്റ് സബ് ട്രീയിൽ ഏതാണുള്ളത്? 6. 3യുടെ റൈറ്റ് സബ് ട്രീയിൽ ഏതാണുള്ളത്? 7. ഇനി 6നെ എടുത്തു കഴിഞ്ഞാലോ 6ന്റെ ലെഫ്റ്റ് സബ് ട്രീയിൽ എന്താണുള്ളത്? എം ടി ട്രീ ആണ്. ഇതിന്റെ റൈറ്റ് സബ് ട്രീ എം ടി ട്രീ ആണ്. 7ന്റെ ലെഫ്റ്റ് സബ് ട്രീ എം ടി ആണ്. അപ്പൊ നമ്മളത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ചില പുസ്തകങ്ങളൊക്കെ അതിനെ കാണിക്കാൻ വേണ്ടി ഇവിടെ നൾ എന്ന് പറഞ്ഞ് ലാസ്റ്റ്, അല്ലെങ്കിൽ എം ടി എന്ന് പറഞ്ഞ് ലാസ്റ്റ് വീണ്ടും കാണിക്കും. അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഫിഗർ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ അങ്ങനെ ഒരു എം ടി ട്രീ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. നോർമലി നമുക്ക് ഇങ്ങനെയാണ് വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ മൂന്നാമത്തെ എക്സാമ്പിളില് 1ന്റെ ലെഫ്റ്റ് സബ് ട്രീ എന്താണ്? 2 3. 1ന്റെ റൈറ്റ് സബ് ട്രീ എം ടി ആണ്. 2ന്റെ ലെഫ്റ്റ് സബ് ട്രീ 3 ആണ്. 2ന്റെ റൈറ്റ് സബ് ട്രീ എം ടി ആണ്.
ഓക്കെ, ഇതാണ് ബൈനറി ട്രീസ്. അപ്പൊ എന്താണ് എനി നോഡ് n ഇൻ എ ബൈനറി ട്രീ ഹാസ് എയ്തർ 0, 1 or 2 സക്സസർ. നമ്മൾ പറഞ്ഞു ഒരു നോഡിന് ഒന്നുകിൽ ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഒന്നുകിൽ നോ ചൈൽഡ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് അല്ലെങ്കിൽ 2 ചിൽഡ്രൻ. അതാണ് ബൈനറി ട്രീയിൽ ഉണ്ടാവുക. അതിൽ കൂടുതൽ പോസിബിൾ അല്ല. പിന്നെ ട്രീ ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ചിൽഡ്രൻ ബട്ട് ഇൻ എ ബൈനറി ട്രീ എ നോഡ് ക്യാൻ. സോ ട്രീയിലാകുമ്പോൾ വി ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ചിൽഡ്രൻ, എം നമ്പർ ഓഫ് ചിൽഡ്രൻ, ബട്ട് ഇൻ എ ബൈനറി ട്രീ എ നോഡ് ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ്. അപ്പൊ ഇതാണ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന. അറ്റ്മോസ്റ്റ് ഒരു ചൈൽഡ് ആണ് ബൈനറി, അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ ആണ് ബൈനറി സെർച്ച് ട്രീ. അപ്പൊ 0 ചൈൽഡ് അല്ലെങ്കിൽ 1 ചൈൽഡ് അല്ലെങ്കിൽ 2 ചിൽഡ്രൻ. അപ്പൊ ഇതില് നമ്മൾ എച്ച് എന്ന് പറഞ്ഞ നോഡിന് ഒരൊറ്റ റൈറ്റ് ചൈൽഡ് മാത്രമേ ഉള്ളൂ. എ എന്ന് പറഞ്ഞ നോഡിന് ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട്, റൈറ്റ് സബ് ട്രീ ഉണ്ട്. ബി എന്നതിന് ഒരു ലെഫ്റ്റും ഉണ്ട്, ഒരു റൈറ്റും ഉണ്ട്. അതേസമയം ഇക്ക് ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ, സിക്ക് ലെഫ്റ്റും ഉണ്ട്, റൈറ്റും ഉണ്ട്. എഫിനും ജിക്കും ലെഫ്റ്റും റൈറ്റും ഒന്നുമില്ല, എം ടി ആണ്, അതായത് അത് ലീവ്സ് ആണ്. ഇതാണ് എക്സാമ്പിൾ. ഇനി നമ്മൾ 2 സ്പെഷ്യൽ സിറ്റുവേഷൻ ഓഫ് ബൈനറി ട്രീ. സോറി, ഇവിടെ അലൈൻമെന്റ് മാറിപ്പോയതാണ്. ഇത് എഴുതിയ 2, 3, 4 എന്നുള്ള കണക്കാക്കണ്ട. അതിവിടെ അല്ല, ഇവിടെ വരേണ്ടത് ലെവലും നോട്ട്സ്. അങ്ങനെ PDF എക്സ്പോർട്ട് ചെയ്തപ്പോൾ അലൈൻമെന്റ് ഇത് മാറിയാണ്. ഓക്കെ, 2 സ്പെഷ്യൽ സിറ്റുവേഷൻ ഓഫ് ബൈനറി. ഈ ബൈനറി ട്രീയുടെ 2 സ്പെഷ്യൽ കേസുകളാണ്. ഒന്ന് ഫുൾ ബൈനറി ട്രീ ആൻഡ് കംപ്ലീറ്റ് ബൈനറി ട്രീ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും തെറ്റിക്കുന്നതാണ്. ഫുള്ളും കംപ്ലീറ്റ് തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇപ്പോൾ ഫുൾ ബൈനറി ട്രീ കാണണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫുൾ ബൈനറി ട്രീസ് എന്ന് പറഞ്ഞാൽ എ ബൈനറി ട്രീ ഇസ് എ ഫുൾ ബൈനറി ട്രീ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് നോഡ്സ് ഇൻ ഓൾ ലെവൽസ്. ഇപ്പൊ എല്ലാ ലെവലുകളിലും എക്സെപ്റ്റ്, നമ്മൾ ക്ലിയർ ആയിട്ട് പറയാം, എക്സെപ്റ്റ് ലീഫ്. അത് പറയേണ്ട കാര്യമാണ്. ലീഫിന് പിന്നീട് ചൈൽഡ് ഉണ്ടാവില്ല, എക്സെപ്റ്റ് ലീവ്സ്. അത് എടുത്ത് പറഞ്ഞ കാര്യമില്ല, പക്ഷെ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഒന്നുകൂടി ക്ലിയർ ആക്കണമെങ്കിൽ, ഡൗട്ട് കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെങ്കിൽ. അപ്പൊ ഒരു ബൈനറി ട്രീ ഫുൾ ബൈനറി ട്രീ ആവണമെങ്കിൽ അതിന്റെ അർത്ഥം അതിലെ എല്ലാ ലെവൽസും ഫുൾ ആയിരിക്കണം. ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബൈനറി ട്രീയിൽ ഒന്നുകിൽ 0 ചൈൽഡ് ഉണ്ടാവും, അല്ലെങ്കിൽ 1 ചൈൽഡ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 ചൈൽഡ് ഉണ്ടാവും. ബട്ട് ബൈനറി ട്രീ ഫുൾ ആണെങ്കിൽ ഈ 1 ചൈൽഡ് എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ടാവില്ല. എല്ലാ ലെവൽസിലും 2 ആയിരിക്കും. ലീഫില് മാത്രം 0. ലീഫിന് 0 ആൻഡ് ഓൾ അതർ ലെവൽസ് 2. അപ്പൊ എന്തുണ്ടാവും? ഇതാണ് ഒരു എക്സാമ്പിൾ. ഇത് എത്ര ലെവൽ ഉണ്ട്? 0th ലെവൽ, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. മൊത്തം 4 ലെവൽസ് ആണുള്ളത്. അപ്പൊ 4ാമത്തെ ലെവല്, അതായത് തേർഡ് ലെവൽ, നമ്മൾ ലെവൽസ് 0ലാണ്, അതാണ് ഇവിടെ എഴുതിയത് 0, 1, 2, 3. അപ്പൊ 4ാമത്തെ ലെവൽ, അതായത് തേർഡ് ലെവൽ ലീഫാണ്. അപ്പൊ അതിലുള്ള നോട്ട്സിന് മാത്രം ഒറ്റ ചൈൽഡും ഇല്ല. ബട്ട് ബാക്കി എല്ലാ ലെവലിലും എല്ലാ നോട്ട്സും ഫിൽഡ് ആണ്. അതായത് എക്സാക്ട്ലി 2 ചിൽഡ്രൻ ഉണ്ട്. ഇപ്പൊ എക്ക് 2 ചൈൽഡ് ബി സി, ബിക്ക് 2 ചൈൽഡ് ഡി ഇ, സിക്ക് 2 എണ്ണം എഫ് ജി, ഡിക്ക് 2 എണ്ണം, ഇക്ക് 2 എണ്ണം, എഫിന് 2 എണ്ണം, ജിക്ക് 2 എണ്ണം. അതേസമയം എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ ഇതെല്ലാം ലീവ്സ് ആണ്. ലീവ്സിന് ചൈൽഡ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ നോട്ട്സും ഫിൽഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അത് ഫുള്ളാണോ? നോട്ട് ഫുള്ളാണ്. കാരണം എന്താ? ഇത് ലെവൽ 0, ലെവൽ 1, ലെവൽ 2. ലെവൽ 0യിലുള്ള എല്ലാ നോട്ട്സും, ലെവൽ 0 ആകെ ഒരു നോഡ് ഉണ്ടാവും, അതിന് 2 ചൈൽഡ് ഉണ്ട്. ബട്ട് ലെവൽ 1 ലാസ്റ്റ് ലെവൽ അല്ല, ലെവൽ 2 ആണ് ലാസ്റ്റ് ലെവൽ. ബട്ട് ലെവൽ 1ലെ ഒരു നോഡിന് ചൈൽഡ് ഇല്ല, അപ്പോൾ അത് ഫുൾ അല്ല. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഫുൾ ആയിട്ടുള്ള ഇതാണെങ്കിൽ ഇവിടെയും 2 ചൈൽഡ് ഉണ്ടെങ്കിൽ ഫുൾ ആവുള്ളൂ. അപ്പൊ ഫുൾ ആകുമ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ നോട്ട്സിനും എക്സാക്ട്ലി 2 ചിൽഡ്രൻ ആയിരിക്കും. ഇഫ് ഓൾ ഇന്റേണൽ നോട്ട്സ് ഹാസ് എക്സാക്ട്ലി 2 ചൈൽഡ്. ഓൾ ഇന്റേണൽ നോട്ട്സ് മാത്രമല്ല, എക്സെപ്റ്റ് ദ ലാസ്റ്റ് ലെവൽ എന്ന് പറയണം. കാരണം ഓൾ ഇന്റേണൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു ക്ലാരിറ്റി കുറവ് വരും. കാരണം ഇങ്ങനെ വരുമ്പോൾ ഇത് ഇന്റേണൽ നോഡല്ല, ഇത് ലീഫാണ്. സോ ഓൾ നോട്ട്സ് എക്സെപ്റ്റ് ലീഫ്, ലാസ്റ്റ് ലെവൽ, ഓൾ നോട്ട്സ് എക്സെപ്റ്റ് ലാസ്റ്റ് ലെവൽ. അതാണ് നമ്മൾ എഴുതിയ ഡെഫിനിഷൻ കറക്റ്റ് ആയി. ബൈനറി ട്രീ ഇസ് എ ഫുൾ ബൈനറി ട്രീ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് നോട്ട്സ് ഇൻ
all levels except leaves, അതായത് ലാസ്റ്റ് ലെവൽ, എക്സെപ്റ്റ് ലീവ്സിൽ നിന്ന് ലാസ്റ്റ് ലെവലായി. അപ്പോൾ ഒന്നാമത്തെ ഇതില് ലെവൽ 0 എത്ര നോഡ്സ് ഉണ്ടായിരിക്കും? ഒരു നോഡ്. ലെവൽ 1 എത്ര നോഡ്സ് ഉണ്ടായിരിക്കും? 1 to 2 നോഡ്. കാരണം ഈ ഒരു നോഡിന് 2 എണ്ണമാണ് പോസിബിൾ, അപ്പൊ 2 നോഡ്. ലെവൽ 2 വരുമ്പോൾ ഈ ഓരോ നോഡിനും 2 എണ്ണം വെച്ചായിരിക്കും, അപ്പൊ 2 + 2 4 നോഡ്. ഇവിടെ വരുമ്പോഴോ ഓരോന്നിനും 2 എണ്ണം വെച്ചായിരിക്കും, അപ്പൊ 4 × 2 8 നോഡ്. ഇനി അടുത്തൊരു ലെവൽ ഉണ്ടെങ്കിലോ എത്രയായിരിക്കും? 16 നോഡ്. ഇതിന്റെ ഇത് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും. ജനറലി എത്ര നോഡ്സ് ആണ് ഒരു ലെവലിൽ ഉണ്ടാവുക? 1 2 4 8, അതായത് 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4. ദാറ്റ് ഈസ് ഒരു ലെവൽ ഐയില് 2⁻i നോഡ്സ് ഉണ്ടാവുക. ഒരു ഫുൾ ബൈനറി നോഡ്സ് ആണെങ്കിൽ എക്സെപ്റ്റ് ദ ലാസ്റ്റ് ലെവൽ, ഏത് ലെവൽ എടുത്താലും ലെവൽ ഐയില് 2⁻i നോഡ്സ് ഉണ്ടാവും. ഓക്കെ, ഫുൾ ബൈനറി ട്രീ മനസ്സിലാക്കി. അടുത്തത് കംപ്ലീറ്റ് ബൈനറി ട്രീ. സാധാരണ വരുന്ന മിസ്റ്റേക്ക്, കംപ്ലീറ്റ് ബൈനറി ട്രീ ആകുമ്പോൾ നമ്മൾ ശരിക്കും പേര് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആകുമ്പോൾ എല്ലാ ലെവൽസും കംപ്ലീറ്റ് ആവും എന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, എല്ലാ ലെവൽസും ലാസ്റ്റ് ലെവൽ വെച്ച് എല്ലാ ലെവൽസും കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഫുൾ ബൈനറി ട്രീ ആണ്. അതാണ് മനസ്സിലായത്. ലാസ്റ്റ് ലെവൽ ഒഴിച്ച് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ആയിട്ടുള്ളത് ഫുൾ ബൈനറി ട്രീ ആണ്, അല്ലാണ്ട് കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ല. അപ്പൊ വേർഡ് കംപ്ലീറ്റ് വെച്ച് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ലാസ്റ്റ് ലെവൽ ഒഴിച്ച് ബാക്കി എല്ലാ ലെവലും കംപ്ലീറ്റ് ആയിട്ട് നോട്ട്സ് ഉള്ളത് ഫുൾ ബൈനറി ട്രീ ആണ്. അപ്പൊ എന്താണ് കംപ്ലീറ്റ് ബൈനറി ട്രീ? അത് മനസ്സിലാക്കിയിരുന്ന സിമ്പിൾ ആണ്. കംപ്ലീറ്റ് ബൈനറി ട്രീ ഏകദേശം ഫുൾ പോലെയാണ്, എക്സെപ്റ്റ് ലാസ്റ്റ് ലെവൽ. ഈ ഇതൊഴിച്ച് ലാസ്റ്റ് ലെവൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഫുൾ ആയിരിക്കും. സാധാരണ അത് ടോപ്പ് ടു ബോട്ടം, ലെഫ്റ്റ് ടു റൈറ്റ് ഫിൽ ആയി. അതായത് ഒരു ലെവൽ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലെവൽ മാത്രമുള്ള വെച്ചാൽ അത് ഫുള്ളാണ്. ഇനി 2 ലെവൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഈ ലെവലില് ഫുൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. ഒന്നുകൂടി പറയാം, ഒരൊറ്റ നോഡുള്ള വിചാരിക്കുക, ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്, ഇതൊരു ഫുൾ ബൈനറി ട്രീ ആണ്. ഇനി 2 നോഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം, ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്, ഇതൊരു ഫുൾ ബൈനറി ട്രീ ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ലെവൽ ഒഴിച്ച് ബാക്കി ഉള്ള ആകെ ഒരു ലെവൽ ഇതാണ്. അപ്പൊ അതിന് കംപ്ലീറ്റ്ലി 2 ചിൽഡ്രൻ എന്നുള്ള ഇത് ഫുള്ളും ആണ്. അപ്പൊ ഇതൊരു കംപ്ലീറ്റ് ആണ്, ഇത് കംപ്ലീറ്റ് ട്രീ ആണ്, ഇതൊരു കംപ്ലീറ്റ് ആണ്, ഫുള്ളാണ്. പിന്നെ 3 ലെവലുള്ള ഇത്, ഇതൊരു കംപ്ലീറ്റ് ആണ്, ഇത് 3 ലെവൽസ് ആണ്, കംപ്ലീറ്റ് ആണ്. ഇത് 3 ലെവൽസ് ഉണ്ട്, കംപ്ലീറ്റ് ആണ്. ഇത് 3 ലെവൽസ് ഉണ്ട്, കംപ്ലീറ്റ് ആണ്. ഈ ലാസ്റ്റ് തന്നത് കംപ്ലീറ്റും ആണ്, ഫുൾ ആണ്. അപ്പൊ എന്താണ്, ഫുൾ ആണെങ്കിൽ കംപ്ലീറ്റും ആയിരിക്കും. അതേസമയം ഇത് കംപ്ലീറ്റ് ആണ് ബട്ട് ഫുൾ അല്ല, ഇത് കംപ്ലീറ്റ് ആണ് ബട്ട് നോട്ട് ഫുൾ, ഫുൾ അല്ല. ഇതും അതേപോലെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ട്രീയിൽ എത്ര ലെവൽസ് ഉണ്ട് നോക്കാം. ഈ ട്രീയിൽ എത്ര ലെവൽസ് ആണ്? 0 1 2 3 ലെവൽസ് ആണ്. 3 ലെവൽസ് ആണെങ്കിൽ ആ ലാസ്റ്റ് ലെവൽ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ്ലി ഫിൽ ആയിരിക്കണം. അപ്പൊ ലാസ്റ്റ് ലെവൽ ഇതാണ്, ഇത് കംപ്ലീറ്റ്ലി ഫിൽ അല്ല, ബട്ട് അപ്പോഴും അവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഫിൽ ആവേണ്ടത്. അതല്ലാണ്ട് ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ഫിൽ ആവണമെങ്കിൽ അതിനെ നമുക്ക് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഫിൽ ആയത്. അപ്പോൾ നമ്മൾ ഫിൽ ആവേണ്ടത് ടോപ്പ് ടു ബോട്ടം, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഫിൽ ആയി പോകേണ്ടത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആണ്, ബട്ട് സെയിം നമ്പർ ഓഫ് നോട്ട്സ് ഇവിടേക്ക് പകരം ഇതിനോട് ഇവിടെ ആയിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ് അല്ല. ഇതിലെന്താ, ഈ ട്രീയിൽ എത്രയാണ്? 3 ലെവൽസ് ആണ്. ഒന്നാമത്തെ ലെവൽ ഫുൾ ആണ്, കാരണം 2 നോട്ട്സ് തന്നെ ഉണ്ട് ചൈൽഡ് ആയിട്ട്.
രണ്ടാമത്തെ ലെവലിൽ എടുക്കുമ്പോൾ ഇതിന് 2 എണ്ണം ഉണ്ട്, ഇതിന് 2 ഇല്ല, 0 ആണ്. കുഴപ്പമില്ല, കാരണം ലാസ്റ്റത്തെ ലെവലിൽ നമുക്ക് ഫുൾ ആവണമെന്നില്ല. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഈ നോഡിന് 2 ചിൽഡ്രൻ, ഈ നോഡിന് 2 ചിൽഡ്രൻ, ഈ നോഡിന് 2 ഇല്ല. ബട്ട് അത് ലാസ്റ്റ് ലെവലിലാകുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ഫില്ലായിടത്തോളം ഫില്ലായാൽ മതി, എല്ലാ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ആകുമ്പോൾ എല്ലാ 0th ലെവലിലുള്ള നോട്ട്സിനൊക്കെ 2 ചൈൽഡ്, ഫസ്റ്റ് ലെവലിലുള്ള നോട്ട്സിനെല്ലാം 2 ചൈൽഡ്, സെക്കൻഡ് ലെവലിൽ ലീഫ് ലെവൽ, അത് ലാസ്റ്റ് ലെവലാണ്, അതിന് 0. ഇതൊരു ഫുള്ളാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ ഈ ലീഫ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എക്സാക്ട്ലി 2 ആണ്. അപ്പോൾ ഫുള്ളായിട്ടുള്ള ബൈനറി ട്രീ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓൾ ഫുൾ ബൈനറി ട്രീ കംപ്ലീറ്റ് ആയിരിക്കും. ബട്ട് തിരിച്ച് കറക്റ്റ് അല്ല. കംപ്ലീറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ഫുൾ. പ്രത്യേകം നോട്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ തന്നെയാണ് ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീയുടെ എക്സാമ്പിൾ. ഫുൾ അല്ല. എയുടെ 0th ലെവലിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് ലെവലിലും 2 എണ്ണം വെച്ചിട്ടുണ്ട്, സെക്കൻഡ് ലെവൽ അപ്പോൾ 0 1 2, സെക്കൻഡ് ലെവല് ഇതിന് 2 ഉണ്ട്, അതിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകണം. അപ്പൊ അടുത്തതിന് നോക്കി, അടുത്തതിന് 2 ഉണ്ട്, അടുത്തതിന് 1 കുഴപ്പമില്ല. പക്ഷെ ഇനിയുള്ളതിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആണ്. ഇത് ഫുൾ ആവണമെങ്കിൽ എന്ത് വേണമായിരുന്നു, ഇതിനും ഒരെണ്ണം വേണം, ഇതിനും ഒരെണ്ണം വേണം, ഇതിനുണ്ടെങ്കിൽ ഫുൾ ആവണം. അപ്പൊ ഫുൾ ആയി, കംപ്ലീറ്റ് ആയി. ഇത് പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കണം, ഡിഫറൻസ് ബിറ്റ്വീൻ ഫുൾ ബൈനറി ട്രീ ആൻഡ് കംപ്ലീറ്റ് ബൈനറി ട്രീ. ഫുൾ ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ if it contain maximum possible number of nodes in all level except the last level. Except the last. എല്ലാ ലെവൽസും മാക്സിമം പോസിബിൾ. ലാസ്റ്റ് ലെവൽ ദിസ് ലീവ്സ്, ലാസ്റ്റ് ലെവലിലായിരിക്കും ലീവ്സ് ഉണ്ടായിരിക്കുക. എല്ലാ ലീവ്സും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും. അതേസമയം കംപ്ലീറ്റ് ബൈനറി ട്രീയിൽ എക്സെപ്റ്റ് പോസിബിൾ ദ ലാസ്റ്റ് ലെവൽ, അത് മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ നോട്ട്സ്. ലാസ്റ്റ് ലെവലിൽ ലെഫ്റ്റ് ആസ് വെൽ ആസ് പോസിബിൾ ലെഫ്റ്റിലായിരിക്കും നോട്ട്സ് ഉണ്ടായിരിക്കുക, റൈറ്റ് സൈഡിലേക്കാണ് സാധാരണ ഉണ്ടാവും. ഈ കംപ്ലീറ്റ് ബൈനറി ട്രീയുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കാണും, അതാണ് ഹീപ്പ് സോർട്ട് അല്ലെങ്കിൽ ഹീപ്സ്. അതാണ് നമ്മൾ ഇൻസെർഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട്, മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട് കഴിഞ്ഞ് നമ്മളന്ന് ഹീപ്പ് സോർട്ട് എടുത്തില്ല, കാരണം അതിന് നമുക്ക് ട്രീസ് പഠിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഹീപ്പ് സോർട്ടിനെ അവിടെ മാറ്റി വെച്ചത്. നമ്മൾ അപ്പോൾ കംപ്ലീറ്റ് ബൈനറി ട്രീയും അല്ലെങ്കിൽ ബൈനറി ട്രീയുടെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് പോകുമ്പോൾ അത് കംപ്ലീറ്റ് ഹീപ്സ് എന്താണെന്നത് നമ്മൾ പിന്നീട് പഠിക്കും. ബൈനറി ട്രീയുടെ പ്രോപ്പർട്ടീസ് കാണാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ബൈനറി ട്രീയിൽ മാക്സിമം എത്ര നോട്ട്സ് ഉണ്ടാവും ഒരു ലെവലാണ് നമ്മൾ പറഞ്ഞു. 2 Lth ലെവലാണെങ്കിൽ 2 L, അല്ലെങ്കിൽ ith ലെവലാണെങ്കിൽ 2 I എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ബൈനറി ട്രീയുടെ ഹൈറ്റ് h ആണെങ്കിൽ എത്ര നോട്ട്സ് ഉണ്ടാവും? അതിന്റെ പ്രൂഫൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഹൈറ്റ് h ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഹൈറ്റ് h ആണെങ്കിൽ എത്ര നോട്ട്സ് ഉണ്ടാവും? മാക്സിമം പോസിബിൾ ഇങ്ങനെയാണ് വരിക. ലെവൽസ് ഇപ്പോൾ ലെവൽ 4 എണ്ണം ഉണ്ടെങ്കിൽ അപ്പൊ 0 1 2 3. അപ്പോൾ 0th ലെവൽ എത്ര എണ്ണം ഉണ്ടാവുക? 2 അതായത് 1 + 2 + 4 ഇങ്ങനെയാണ് വരിക. ഇത് എത്രയാണ്? 15. ഈ 15 എന്ന് പറയുന്നത് എന്താണ്? 2⁴ - 1. ഇതിന് നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാം 2⁻⁴ + 2⁻1 up to 2⁻L. ഇതാണ്, അങ്ങനെയാണ് h വരുന്നത്. അപ്പൊ ഈ L എന്ന് പറയുന്നത് എന്താണ്? L എന്ന് പറയുന്നത് h L നമ്മളുടെ റിലേഷൻ പറഞ്ഞു. ലാസ്റ്റ് L എന്ന് പറയുന്നത് +1 ആയിരിക്കും h. അപ്പൊ അതിലേക്ക് ഞാൻ പോകേണ്ടത്, പ്രൂഫിൽ പോകേണ്ട, കാരണം ഇതൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ അതിന്റെ സോൾവ് ചെയ്താൽ മതി. എന്തായാലും നമുക്കത് മനസ്സിലായി, എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായി. ഹൈറ്റ് h ആണെങ്കിൽ 2⁻h - 1 ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇത് ഒറ്റ നോഡുള്ള ട്രീ ആണ്. അപ്പൊ ഹൈറ്റ് എത്രയാണ്? 1. അപ്പൊ ഇതിലെ നമ്പർ ഓഫ് നോഡ്സ് എത്രയാണ്? 2⁻1 - 1. ദാറ്റ് ഈസ് 2⁻1 is 2 - 1. ദാറ്റ്സ് കറക്റ്റ്. ഇനി ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുത്താൽ 2 ആണ് ഹൈറ്റ്, 1 2 2 ഹൈറ്റ്. ഇവിടെ എത്ര ലെവൽസ് ഉണ്ട്? 2 ആണ് ഹൈറ്റ്. അപ്പോൾ 2⁻2 - 1 4 - 1 3 ആണ് ഇതിലെ മാക്സിമം. അത് ശരിയാണ്, നമ്മൾ ഈ ട്രീയിൽ മാക്സിമം വന്നിട്ടില്ല. മാക്സിമം ഈ ഇതിൽ എത്ര കൂടി വരാം? 1 കൂടി വരാം. 3 ആണ് മാക്സിമം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി മിനിമം നമ്പർ ഓഫ് നോട്ട്സ് പോസിബിൾ ഇൻ എ ബൈനറി ട്രീ ഓഫ് ഹൈറ്റ് h.
ഒരു ബൈനറി ട്രീക്ക് എച്ച് ആണ് ഹൈറ്റ് എങ്കിൽ അതിൽ മിനിമം എത്ര നോട്ട്സ് വേണം? എപ്പോഴാണ് നമുക്ക് ഹൈറ്റ് ഉണ്ടാവുക? റൂട്ടിൽ നിന്ന് ഇങ്ങനെ പാത്ത് ലെങ്ത് കൂടുമ്പോഴാണ് ഹൈറ്റ്. അപ്പൊ ഇത് ഹൈറ്റ് 1, ഇനി ഹൈറ്റ് 2 ആവണമെങ്കിൽ ഒന്നും കൂടി ചേർക്കണം. ഹൈറ്റ് 3 ആവണമെങ്കിൽ ഒന്നും കൂടി ചേർക്കണം. അപ്പൊ ഹൈറ്റ് 4 ആവണമെങ്കിൽ ഒന്നും കൂടി ചേർക്കണം. അപ്പൊ 4 ഹൈറ്റ് വേണമെങ്കിൽ മിനിമം എത്ര നോട്ട്സ് വേണം? മിനിമം 4 നോട്ട്സ് വേണം. 5 ഹൈറ്റ് വേണമെങ്കിൽ മിനിമം എത്ര നോട്ട്സ് വേണം? മിനിമം ഒരെണ്ണം കൂടി ചേർത്താലാണ് 5. ബട്ട് 5 നോട്ട്സ് ഉണ്ടെങ്കിൽ ഹൈറ്റ് 5 ആവണമെന്നില്ല. കാരണം ഈ 5 നോട്ട്സിനെ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര? 1 2 3 4 5 നോട്ട്സ് ആണ്. ബട്ട് ഹൈറ്റ് എത്രയാണ്? 1 2 3 ആണ് ഹൈറ്റ്. അപ്പൊ 5 നോട്ട്സ് ഉണ്ടെങ്കിൽ ഹൈറ്റ് 3 ആണെന്നില്ല. ബട്ട് നമുക്ക് ഹൈറ്റ് എച്ച് ആയിട്ടുള്ള ഒരു ട്രീ വേണമെങ്കിൽ മിനിമം എച്ച് നമ്പർ ഓഫ് നോട്ട്സ് എങ്കിലും വേണം എന്നാണ് ഐഡിയ. പിന്നെ അടുത്ത പ്രോപ്പർട്ടി, നമ്മളൊരു ബൈനറി ട്രീ എടുത്തു, എം ടി അല്ല, n നോട്ട്സ് ഉണ്ടെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? അപ്പോൾ ഒരു നോഡിന് ഇത് അപ്ലിക്കബിൾ അല്ല, ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് n ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? എഡ്ജസ് നമുക്കറിയാം, 2 നോഡ് തമ്മിലാണ് ഒരു എഡ്ജ് വരിക. അപ്പോൾ എഡ്ജിനേക്കാളും 1 കൂടുതലായിരിക്കും നോഡ്സിന്റെ എണ്ണം. ഇനി അപ്പോൾ 2 നോഡ്, അപ്പോൾ ഒരു എഡ്ജ്. ഇനി മൂന്നാമതൊരു നോഡ് വേണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു എഡ്ജും കൂടി വേണം. അപ്പോൾ 3 നോഡ് ഉണ്ടെങ്കിൽ 2 എഡ്ജ്. 5 നോഡുള്ള കൂടെ എത്ര എഡ്ജ് വരും? 1 2 3 4. കാരണം ഓരോ ഫസ്റ്റ് ഒരൊറ്റ നോഡാകുമ്പോൾ നമുക്ക് എഡ്ജ് ഇല്ല. പിന്നെ അതിമേ കൂടെ നമുക്ക് ഒന്നിൽ കൂടുതൽ എപ്പോൾ വരുമ്പോഴും ഒരെണ്ണം കൂടി കണക്ട് ചെയ്യണമെങ്കിൽ ഒരു എഡ്ജും കൂടി വേണം. അപ്പൊ അതുകൊണ്ട് n-1 എഡ്ജസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജസ് +1 ആയിരിക്കും നമ്പർ ഓഫ് നോട്ട്സ്. അതായത് നമ്മൾ നോക്കാം, ഇത് 5 നോട്ട്സ് ഉള്ള ഒരു ട്രീ ആണ്, ഇതും 5 നോട്ട്സ് ഉള്ള ഒരു ട്രീ ആണ്. രണ്ടിലും നമ്പർ ഓഫ് എഡ്ജസ് സെയിം ആയിരിക്കും, അതിൽ വ്യത്യാസമില്ല. കാരണം 1 2 3 4, ഇവിടെ 1 2 3 4. അപ്പോൾ അതിന് നമുക്ക് കംപ്ലീറ്റ് ആണോ, ഫുൾ ആണോ, അതല്ലെങ്കിൽ എത്ര ലെവലാണെന്നും ആപ്ലിക്കബിൾ അല്ല. കാരണം നമുക്കറിയാം, ഒരു നോഡ് ഫസ്റ്റ് സിംഗിൾ നോഡ് ആകുമ്പോൾ എഡ്ജ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഏത് നോഡ് ചേർക്കണമെങ്കിലും ഒരു എഡ്ജ് വേണം. ഇനി അടുത്ത നോഡ് ചേർക്കണമെങ്കിൽ എഡ്ജ് വേണം. അത് ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇവിടെ ആവാം. എവിടെയാണെങ്കിലും ചേർക്കണമെങ്കിൽ ഒരു എഡ്ജ് വേണമെങ്കിൽ ഒരു നോഡ് ചേർക്കണം. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോഡ്സ് -1. അതല്ലെങ്കിൽ ഇത് n ഈക്വൽ ടു e+1 അല്ലെങ്കിൽ e ഈക്വൽ ടു n-1. രണ്ടും മനസ്സിലാക്കി, രണ്ടും ഒന്ന് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വരുന്നുള്ളൂ. നമ്പർ ഓഫ് നോട്ട്സ് ഈക്വൽ ടു നമ്പർ ഓഫ് എഡ്ജസ് +1 അല്ലെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോട്ട്സ് -1. ഓക്കെ, ഇതെല്ലാം ചെറിയ ചെറിയ കൺസെപ്റ്റുകളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാണ്ട് അറിയില്ല, ഇങ്ങനെ ഒരെണ്ണം വരച്ച് നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. ഇനി അടുത്തത്, ഇതുവരെ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ചെറിയ ബേസിക് കൺസെപ്റ്റ്സ് മാത്രമാണ്, നമ്മൾ വളരെ സ്ലോവിലാണ് ഇതും പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, സ്ലോവിലാണ് പോകുന്നത്. അപ്പൊ അടുത്തത് റെപ്രസെന്റേഷൻ ഓഫ് ബൈനറി ട്രീ. ബൈനറി ട്രീയെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് നമ്മൾ പറഞ്ഞ ഇതിനു മുമ്പ് നമ്മൾ ഏതായിരുന്നു പഠിച്ചപ്പോൾ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ പറഞ്ഞായിരുന്നു 2 രീതിയിൽ, ഇപ്പൊ അറേ വെച്ചും പോയിന്റേഴ്സ് വെച്ചുള്ള 2 രീതിയൊക്കെ പറഞ്ഞു. അതുപോലൊക്കെ തന്നെ ഇവിടെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് അറേ വെച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ, മറ്റേത് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടുള്ള റെപ്രസെന്റേഷനും. ഒന്നിനെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയും, മറ്റേതിന് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയും.
ഒരു മിനിറ്റ്, ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. അത് 54 പേരെ മീറ്റിൽ കാണിക്കണമെങ്കിലും അറ്റൻഡൻസ് മാർക്ക് എത്ര പേര് കാണിക്കില്ല നോക്കിയിട്ട്. ആ മീറ്റിൽ നമ്മളെ ഒരു പ്ലഗിൻ വെച്ചാണ് അറ്റൻഡൻസ്. അപ്പോൾ അതിൽ എല്ലാവരും കാണിക്കുന്നില്ല. ഇപ്പൊ 42 ആയിട്ടുള്ളൂ, 55 പേരെ കാണിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്ത ഇതിലുള്ളവരെല്ലാവരും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇതിൽ ചാറ്റ് പ്രസന്റ് ആയിട്ടുള്ള എല്ലാവരും, ഇപ്പോൾ ഈ മീറ്റിലുള്ളവരെല്ലാവരും ചാറ്റിലിടാം. അപ്പൊ ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ആരാന്ന് പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ചാറ്റ് കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ ചാറ്റും എന്തായാലും ബാക്കപ്പിൽ വരും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ റോൾ നമ്പർ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി ഇതിൽ ചാറ്റിൽ. അപ്പം അതല്ലെങ്കിൽ എനിക്കത് മാനുവലി എടുക്കാനും ബുദ്ധിമുട്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അത് നോക്കിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് അറ്റൻഡൻസ്. അപ്പോൾ പ്ലീസ് അടുത്ത ദിവസം തൊട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും നമുക്ക് അറ്റൻഡൻസ് പിന്നെ ട്രാക്ക് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, 42ഓളം പേര് ഓൾറെഡി എൻ്റെ ഓട്ടോമാറ്റിക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഒരു 10 പേര് അത് ആരാണെന്ന് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നം. ഓക്കെ, പേര് ഡീറ്റെയിൽസ് ഒന്നും എഴുതണം. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും കമന്റ് അടിച്ചാൽ മതി. കാരണം നിങ്ങളുടെ പേരവിടെ കാണുന്നുണ്ട്, അതിന് കണ്ടുപിടിച്ചോളാം. കാരണം ഈ മിസ്സിംഗ് ഉള്ളവരെ മാത്രമേ നമുക്ക് നോക്കേണ്ടി വരുള്ളൂ. ഓക്കെ, നമ്മൾ റെപ്രസെന്റേഷൻ ഓഫ് ബൈനറി ട്രീ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പൊ ഇംപ്ലിസിറ്റ് റെപ്രസെന്റേഷൻ അറേ യൂസ് ചെയ്തിട്ടുള്ളത്, എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ യൂസിങ് പോയിന്റേഴ്സ്. അതായത് ഇത് അറേ, ഇത് ലിങ്ക്ഡ് ലിസ്റ്റ്, അതിൽ എഴുതിയിട്ടുണ്ട് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള സീക്വൻഷ്യൽ റെപ്രസെന്റേഷൻ പറയാം. അപ്പോൾ അപ്പൊ അറേ എന്ന് പറയുമ്പോൾ സീക്വൻഷ്യൽ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് റെപ്രസെന്റേഷൻ. അപ്പൊ നമുക്ക് അരയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഒക്കെ അറിയാം. അപ്പൊ അതൊക്കെ ഇവിടെയും വരും. അപ്പൊ ഇതൊരു സ്റ്റാറ്റിക് ആണ്, കാരണം അരയാണ് സ്റ്റാറ്റിക് ആണ്. നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു അരയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അരയുടെ ആക്ച്വൽ ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എത്രയാണ് മെമ്മറി എന്ന് ഓൾറെഡി അലോക്കേറ്റ് ചെയ്യണം. അരയാണ്. ഒരിക്കൽ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈസ് ഫിക്സഡ് ആണ്, പിന്നെ അതിനെ മാറ്റാൻ പറ്റില്ല. പിന്നെ നോട്ട്സിനെ സ്റ്റോർ ചെയ്ത് ലെവൽ ബൈ ലെവലാണ്. ഫസ്റ്റ് 0th ലെവലിലുള്ള എല്ലാത്തിനും സ്റ്റോർ ചെയ്യും, പിന്നെ ഫസ്റ്റ് ലെവലിലുള്ള എല്ലാം, പിന്നെ സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, അങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. റൂട്ട് നോഡ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് എലമെന്റ്, അരയുടെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് റൂട്ട് നോഡ് സ്റ്റോർ ചെയ്യും. അതാണ് ഐഡിയ. ഇതിൽ നമ്മൾ എളുപ്പത്തിന് റൂട്ടിനെ 0th പൊസിഷനിൽ, സി പ്രോഗ്രാമിൽ നമ്മൾ 0 ആണ് ആരെങ്കിലും, ഇവിടെ നമ്മൾ 1 തൊട്ടാണ് സ്റ്റോർ ചെയ്യുക. കാരണം അങ്ങനെ ആകുമ്പോൾ എളുപ്പമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു ട്രീ 10, 20, 30, 40 ഇതൊരു അരയിൽ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പൊ 0th പൊസിഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യില്ല. അപ്പൊ 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അതാണ് എക്സ്പ്രഷൻസ് എഴുതാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ ലെവൽ ബൈ ലെവലാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ 0th ലെവലുള്ള ആദ്യം സ്റ്റോർ ചെയ്യുക, അതായത് റൂട്ട് ഇവിടെ, പിന്നെ അടുത്തത് 20, പിന്നെ 30, ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്തു. ഇനി ഇൻ കേസ് ഇവിടെ ഇല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആയിരിക്കും കേട്ടോ. പിന്നെ 40, പിന്നെ ഇല്ല, ഇങ്ങനെയാണ്. അതായത് അതിന് എളുപ്പത്തിൽ, അപ്പൊ അതുകൊണ്ട് എളുപ്പം നമുക്കറിയാം ഇവിടെ എത്ര ഉണ്ടാവും, 2⁻0 നോട്ട്സ് ഉണ്ടാവും. പിന്നെ 2⁻1 നോട്ട്സ് ആണ് ഇവിടെ ഉണ്ടാവും മാക്സിമം. ആദ്യം കൊണ്ട് ഇവിടെ 2⁻2 നോട്ട്സ് ആണ് അത് ഓരോ ലെവലും. അപ്പൊ ആദ്യത്തെ 1 നോഡ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ലൊക്കേഷൻ ഫസ്റ്റ് 0th ലെവലിന്, പിന്നെ 2 ലൊക്കേഷൻസ് ഫസ്റ്റ് ലെവലിന്, പിന്നെ 4 ലൊക്കേഷൻ സെക്കൻഡ് ലെവലിന്, പിന്നെ 8 ലൊക്കേഷൻ, അങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഏതൊരു നോഡ് കിട്ടിയാലും, ഇപ്പോൾ ഒരു ith നോഡ് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ പാരന്റിനെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ സെക്കൻഡ് ഈ നോഡിനെ കിട്ടി, അതിന്റെ പാരന്റ് അവിടെ /2 ചെയ്താൽ മതി. 20/2 സോറി 20/2 അല്ല, ഇതിന്റെ ലൊക്കേഷൻ 2/2 1.
ഈ 30 എന്ന് പറയുന്നത് ഏത് ലൊക്കേഷനിലാണ്? ഇത് ഫസ്റ്റ് ലൊക്കേഷൻ, ഇത് സെക്കൻഡ് ലൊക്കേഷൻ, ഇത് തേർഡ് ലൊക്കേഷൻ, ഇത് ഫോർത്ത് ലൊക്കേഷൻ. അപ്പൊ 3/2 ദാറ്റ് ഈസ് 1 പോയിന്റ് വരും. 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 എടുക്കുള്ളൂ. അപ്പൊ അതിന്റെ പാരന്റ്. അപ്പൊ പാരന്റിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. I/2 ലൊക്കേഷൻ നോക്കിയാൽ മതി. ലെഫ്റ്റ് ചൈൽഡിനോ, ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് 2i ആയിരിക്കും. 1ന്റെ ലെഫ്റ്റ് ചൈൽഡ് 2-ലായിരിക്കും. 2ന്റെ ലെഫ്റ്റ് ചൈൽഡ് 2 × 2 4-ലായിരിക്കും. ഇനി ഇതിന്റെ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടെങ്കിലോ അതെവിടെയായിരിക്കും? ഇത് 4th ആണ്. ഈ 5th പൊസിഷൻ ഇവിടെ വരെ, 6th പൊസിഷൻ ഇവിടുത്തെ നോഡാണ്, ഇവിടെ 7th പൊസിഷൻ. അപ്പൊ ഇത് 8th ആണ്. ഇത് 4ന്റെ ലെഫ്റ്റ് 8-ലാണ് വരിക. അങ്ങനെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും 2 × i-ലാണ് വരിക. അപ്പൊ ഈ എളുപ്പത്തിനാണ് നമ്മൾ 0 സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ 0 2 × 0 അഗെയിൻ 0 വരും. അപ്പൊ നമ്മൾ 2 × i പിന്നെയും +1 ചെയ്യണം. അപ്പൊ രണ്ട് എക്സ്പ്രഷൻസും കുറച്ചും കൂടി ലെങ്തിയർ, അതിനേക്കാളും എളുപ്പമാക്കാൻ ലെഫ്റ്റ് സൈഡിൽ 2 × i വരും. അപ്പൊ അതിനാണ് നമ്മൾ 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ 2 × i എന്ന് പറയുമ്പോൾ i ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ്. ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സിനേക്കാളും വലുതാണെങ്കിൽ പിന്നെ ലെഫ്റ്റ് സൈഡ് ഉണ്ടാവില്ല, കാരണം അത്രേ ഉണ്ടാവുള്ളൂ. റൈറ്റ് സൈഡ് ഓഫ് i എപ്പോഴാണ് വരിക? റൈറ്റ് സൈഡ് ഓഫ് i 2 × i. ഇപ്പോൾ 1ന്റെ റൈറ്റ് സൈഡിലോട് കഴിഞ്ഞാൽ 1 × 2 2. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്തതായിരിക്കും. അപ്പോൾ 3. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞ് തൊട്ടടുത്തായിരിക്കും റൈറ്റ് സൈഡ്. അപ്പോൾ 2i ആണ് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ +1 ആയിരിക്കും റൈറ്റ് സൈഡ്. ഇനി 2i + 1 ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ റൈറ്റ് സൈഡിലില്ല, കാരണം മാക്സിമം ഇത് കഴിഞ്ഞു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്, അപ്പൊ √45. അപ്പൊ ഇത് 1ാമത്തെ പൊസിഷനിൽ വന്നു. അതിന്റെ ലെഫ്റ്റ് 22, അതിന്റെ റൈറ്റ് 77, പിന്നെ 22ന്റെ ലെഫ്റ്റ്. അപ്പൊ ഇതിലെ പൊസിഷൻ വെച്ച് നോക്കി, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, പിന്നെ ഇവിടെ 6. ഇതിന്റെ ലെഫ്റ്റ് ആണ് 6, പക്ഷെ അത് ഇല്ല. അപ്പൊ ഇത് 7 പറഞ്ഞു. ഒരു ലെവൽ കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് അടുത്ത ലൊക്കേഷൻസ് അടുത്ത ലെവലിനുള്ളതാണ് കംപ്ലീറ്റ്. അത് കഴിഞ്ഞാൽ അടുത്ത ഇത് 8, കാരണം 11ന് ലെഫ്റ്റ് ഇല്ല. 9, 10, 30ന് ലെഫ്റ്റ് ഇല്ല, അതാണ് ശരിക്കും 11. 12, സോറി എവിടെയോ മിസ്സിങ് ആയല്ലോ. 1 2 3 4, തെറ്റിപ്പോയി. ആക്ച്വൽ ട്രീ ഇതാണ്. അതിൽ കുറെ ഇതുണ്ട്. ഇപ്പൊ 3 4, അത് കഴിഞ്ഞാൽ ഇത് 5, ഇത് 6, അതില്ല, ഇല്ലാത്തതാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ ഇത് 7 8 9 10 11, ഇവിടെ 12 13 14 15. ഇങ്ങനെയാണ് ലൊക്കേഷൻസ് വരേണ്ടത്. പക്ഷെ അതിൽ ഈ 15 ഈ ലൊക്കേഷൻ ഇല്ല, ഈ ഇതില്ല, 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 ഇതില്ല. അപ്പൊ നോക്കിയാൽ കാണാം. 1ാമത്തെ ലൊക്കേഷനിൽ 45, 2ാമത്തെ ലൊക്കേഷന് ഏകദേശം ടൈമായി, ജസ്റ്റ് ഇപ്പൊ നിർത്താം, ഇതോടുകൂടി നിർത്താം. 2ാമത്തെ ലൊക്കേഷൻ 22 77, പിന്നെ 11 30. പിന്നെന്താ ഇവിടെ ബ്ലാങ്ക് ആയത്? കാരണം ഈ 77ന് ലെഫ്റ്റ് ഇല്ല, അതുകൊണ്ട് ആ ഭാഗം ബ്ലാങ്ക്. പിന്നെ 90, പിന്നെ ഈ 11ന് ലെഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ബ്ലാങ്ക്. 15 25 30ന് റൈറ്റ് ഇല്ല, അപ്പൊ അത് ബ്ലാങ്ക്. പിന്നെ ഇവിടുത്തതിന് 2 ഇല്ല, അപ്പൊ 2 വേറെ ബ്ലാങ്ക്. ലാസ്റ്റ് 14ാമത്തെ പൊസിഷൻ 88. പിന്നെ ആക്ച്വലി അടുത്ത ഇനിയുള്ള പൊസിഷൻസ് ഉണ്ട്, അതും എം ടി ആണ്. ഇനി എല്ലാ പൊസിഷൻസും എം ടി ആണ്, കാരണം ഗ്രേറ്റ് അത് ഓക്കെ എം ടി. ഇതാണ് നമുക്ക് എളുപ്പത്തിൽ പറയാം. ഇപ്പോ 77ന്റെ ലെഫ്റ്റ് ചൈൽഡ് എവിടെ ആയിരിക്കും? 77ന്റെ പൊസിഷൻ ഏതാ? 3 2 × 3. അപ്പൊ 6-ലായിരിക്കും അതിന്റെ ലെഫ്റ്റ്. അപ്പൊ 6-ൽ എന്താ? ഒന്നുമില്ല. അതിന്റെ അർത്ഥം 77ന് ലെഫ്റ്റ് ഇല്ല. അതുപോലെ 25ന്റെ റൈറ്റ് സൈഡിൽ എവിടെയാണ്? 25ന്റെ റൈറ്റ് 25 ഏത് പൊസിഷനിലാണ്? 10. അപ്പൊ റൈറ്റ് ആണെങ്കിൽ 2 × i + 1 2 × 10 20 + 1 21. ബട്ട് 21 എന്നത് ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സിനേക്കാളും വലുതാണ്. ഇവിടെ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ്? 1 2 3 4 5 6. അതിനേക്കാളും വലുതായതുകൊണ്ട് അതിന് റൈറ്റ് ഇല്ല. ഓക്കെ. ഇനി 22ന്റെ ലെഫ്റ്റ് 22 ഏത് പൊസിഷനിലാണ്? 2. ലെഫ്റ്റ് എവിടെയാണ്? 2 ആയില്ല, അതായത് 2 × 2, അതായത് 4-ല് 11. യെസ്, 4-ല് 11. 22ന്റെ റൈറ്റോ 2i + 1, അതായത് 2 × 2 4 + 1 5 5 30. അപ്പോൾ കറക്റ്റ് ആണ് 5. ഇങ്ങനെയാണ് അറേ ഉപയോഗിച്ചിട്ടുള്ള ബൈനറി ട്രീയുടെ റെപ്രസെന്റേഷൻ. അടുത്തത് സിമിലർ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് മനസ്സിലായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് 1
ഇത് 2 പൊസിഷനിൽ വരും, ഇത് 3rd പൊസിഷനിൽ വരും, 4th പൊസിഷനിൽ വരും, 5th പൊസിഷനിൽ വരും, ഇത് 6th പൊസിഷൻ, ഇത് 7th പൊസിഷൻ. പിന്നെ ഇതിന് 2 ഇല്ല, അപ്പൊ 8ഉം 9ഉം ഇല്ല. ഇതിന് 2 ഇല്ല, 10ഉം 11ഉം ഇല്ല. പിന്നെ ഇതിന് 12ഉം 13ഉം ഇല്ല. അപ്പൊ ഇത് 14, ഇത് 15. ഓക്കെ, അതാണ് ഇത്രയും empty. 8, 9, 10, 11, 12, 13 empty. Okay, so we'll stop here. അടുത്ത ദിവസം നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ കാണാം. ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ അൽഗോരിതംസിനൊക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രീനെ എങ്ങനെ ട്രാവേഴ്സ് ചെയ്യാം, എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം എന്നൊക്കെ കാണാം. പക്ഷേ ഇൻസെർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു ടൈപ്പ് ഓഫ് ബൈനറി ട്രീ പഠിക്കും, ബൈനറി സെർച്ച് ട്രീ. അതിൻ്റെയാണ് നമ്മൾ ഇൻസെർഷനും ട്രാവേഴ്സലും ഡീറ്റെയിൽ ആയിട്ട് കാണുള്ളൂ. കാരണം ബൈനറി ട്രീയിൽ നമ്പേഴ്സ് ഒക്കെ എവിടെ ഇൻസെർട്ട് ചെയ്യണതിനും പ്രശ്നമില്ല, എവിടെ വേണം ഇൻസെർട്ട് ചെയ്യാം. സോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബൈനറി ട്രീ, ബൈനറി സെർച്ച് ട്രീ ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മളതിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, വിൽ സ്റ്റോപ്പ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മീറ്റിൽ കണ്ടിന്യൂ ചെയ്യാം, ചോദിക്കാം. അതിൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. 5 മിനിറ്റും കൂടി വൈകിപ്പോയി. ഡിസ്കസ് ചെയ്ത ടോപ്പിക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ആൾ.